വാർത്തകൾ തുടരുന്നു. സാഹിത്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച സ്വപ്ന വിജയാനന്ദിന്റെ പ്രഥമ കഥാസമാഹാരം ഒരു കടൽ ദൂരം പ്രകാശനം ചെയ്തു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ UK കുമാരനാണ് പ്രകാശനം നിർവഹിച്ചത്. പ്രവാസി എഴുത്തുകാരി സ്വപ്ന വിജയാനന്ദിന്റെ പ്രഥമ കഥാസമാഹാരം ഒരു കടൽ ദൂരം സാഹിത്യകാരൻ UK കുമാരൻ പ്രകാശനം ചെയ്തു. സാഹിത്യം സമൂഹത്തെ സർഗാത്മകമാക്കുമെന്നും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് വലിയ കാര്യം തന്നെയാണെന്നും UK കുമാരൻ പറഞ്ഞു. വായിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പുസ്തകം ഇറങ്ങുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ചില പുസ്തകങ്ങൾ വായിക്കും, ചില പുസ്തകം വായിക്കില്ല, അത് സ്വാഭാവികമാണ്. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മളെ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇവിടെ ധാരാളം നല്ല പുസ്തകങ്ങൾ എഴുതിയാലുള്ളതാണ്. ആ പുസ്തകങ്ങളുടെ നിത്യസാന്നിധ്യം തീർച്ചയായിട്ടും ഒരു സമൂഹത്തെ കൂടുതൽ സർഗാത്മകമാക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് കോഴിക്കോട് നമുക്ക് പറയണം. കോഴിക്കോട് സർഗാത്മകതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ ഇറങ്ങിയാണ്. ഞാൻ എനിക്ക് തോന്നുന്ന എഴുത്തുകാരനെ വലിയ പുസ്തകം പുറത്തെടുക്കുന്നതിന് തൃപ്തിപ്പെടുത്തുകയില്ല. അത് ചില പുസ്തകം നന്നായിരിക്കും, ചില കഥകൾ നന്നായിരിക്കും, ചില കഥകളും നന്നായിരിക്കും, ഇത് മോശമായിരിക്കും. സർഗാത്മക സംബന്ധിച്ചിടത്തോളം ഇതാണ് മോശം, ഇതാണ് നല്ലതെന്ന് ആത്യന്തികമായി വിധി പറയുവാൻ ആള് മാത്രമല്ല, അത് കാലത്തിന് വിട്ടുകൊടുക്കുന്നു. അതായത് കാലത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അതിൽ ചിലത് ആവശ്യമില്ല. എഴുത്തുകാരൻ KG രഘുനാഥ് പുസ്തകം ഏറ്റുവാങ്ങി. കോർപ്പറേഷൻ കൗൺസിലർ MP സുരേഷ് ആദ്യ വിൽപ്പന നടത്തി. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും നർത്തകിയുമായ സുവർണ ചേന്ദ്രാത്ത് ഏറ്റുവാങ്ങി. എഴുത്തുകാരനും സാഹിത്യ പബ്ലിക്കേഷൻസ് മാനേജിംഗ് എഡിറ്ററുമായ സുദീപ് തെക്കേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കൈരളി വേദി ഹാളിൽ നടന്ന ചടങ്ങിൽ മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ NV കൃഷ്ണദാസ്, മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടർ A അനിൽകുമാർ, കവിയത്രി അമൃത മാങ്ങാടത്ത്, എഴുത്തുകാരി അജിത മാധവ്, ചിത്രകാരി ബിന്ദുകല, കവിയത്രി ഷീജ ആവണി എന്നിവർ സംസാരിച്ചു. സാഹിത്യ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ACV ന്യൂസ്, കോഴിക്കോട്.